ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. മുട്ട പപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു കുക്കർ മാത്രം മതി നമുക്ക് ഈ പപ്സ് റെഡിയാക്കി എടുക്കാൻ. നല്ല അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പപ്സ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ് കേട്ടോ. മൈദപ്പൊടി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആട്ടപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ സാധാ തിന്നലൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന മൈദപ്പൊടിയല്ലേ. അപ്പോൾ ഞാൻ അത് മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. നെയ്യ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടും, പപ്സിൻ്റെ പുറം ഭാഗമൊക്കെ അങ്ങനെയല്ല, നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കൽ. നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ മുരുമുരാന്നിരിക്കണ ഒരു ഇതാവുമല്ലോ പപ്സിൻ്റെ മുകൾ ഭാഗമൊക്കെ. അതേമാതിരി അതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നമ്മളൊരു കോഴിമുട്ട എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ള ഭാഗം മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ. അപ്പോൾ മഞ്ഞ ഭാഗം വേണമെന്നുള്ളവർ നമ്മൾക്ക് ഇതിൽ തന്നെ കൂട്ടിയിട്ട് കുഴച്ചെടുക്കട്ടോ. മൈദ ആണെങ്കിലും ആട്ടയാണെന്നുണ്ടെങ്കിലും ആ മുട്ടൻ്റെ മഞ്ഞക്കരു ഇതിൽ കുഴച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ കുഴച്ചിട്ടെടുക്കണില്ല എന്ന് പറഞ്ഞല്ല, സത്യമായിട്ട് ഞാൻ മറന്നു പോയതാണ് കേട്ടോ ഇതിൽ കുഴച്ചെടുക്കാൻ. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ മുട്ടൻ്റെ മഞ്ഞക്കരു. അപ്പോൾ ഇതിൽ കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. വെള്ളം അവിടെ മാറ്റി വെക്കുക. അതിന് നമുക്ക് ലാസ്റ്റ് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ, കോഴിമുട്ടൻ്റെ വെള്ളമായിട്ട്. അപ്പോൾ ഇത് നല്ലോണം നമ്മളെ സർവ്വശക്തി ഉപയോഗിച്ചോളിട്ടോ മൈദമാവ് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ആയാസത്തിലുള്ളൊരു വലിയ പാത്രം എടുത്താൽ മതി ഇതേമാതിരി. അപ്പോൾ അധികം മെനക്കെടാതെ തന്നെ നമുക്ക് നല്ല പോലെ മൈദ കുഴച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കട്ടോ. നമുക്ക് അപ്പോൾ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേന് ഇത് റെഡിയായി കിട്ടിക്കോളൂ. ഒരു 10 മിനിറ്റ് അവിടെ വെച്ചാൽ മതി, ഒരുപാട് നേരം വെക്കൊന്നും വേണ്ട. അപ്പോൾ ഞാനത് അവിടെ മൂടി വെക്കുന്നുണ്ട്. പിന്നെ അതൊരു 4 കോഴിമുട്ട ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരടുപ്പത്ത് നമുക്ക് കോഴിമുട്ട പുഴുങ്ങലും ഒരടുപ്പത്ത് ഫില്ലിങ്സ് റെഡിയാക്കലും കൂടി ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു തക്കാളി ഞാൻ കുറച്ച് മുന്നേ മുറിച്ചിട്ട് ബാക്കിയായത് അവിടെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഒഴിവാക്കൊന്നും വേണ്ടല്ലേ, നമുക്ക് അടുത്ത സാധനം എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിക്ക് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു തക്കാളി അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുറിച്ച് വെച്ചതാണെന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ല. അപ്പോൾ ഇനി വീഡിയോക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ പുതിയൊരു തക്കാളി എടുത്തിട്ട് മറ്റേ തക്കാളി കേട് വരുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള. അത് നമ്മൾ ചെറുതാക്കിയിട്ട് ഒന്നുകിൽ ചോപ്പറിലോ അല്ലെങ്കിൽ നമ്മൾ കയ്യേറ്റ് കുനുകുന അരിഞ്ഞെടുത്താൽ മതി. വലിയതാക്കിയിട്ട് അരിഞ്ഞെടുക്കരുത് കേട്ടോ, ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പിന്നെ 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. അതും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിടുക കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ചതച്ചിട്ടാലും മതി, പേസ്റ്റ് ഇടണ്ട കേട്ടോ. പേസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല. ഒന്നുകിൽ ചതച്ചിടുക അല്ലെങ്കിൽ ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതാ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇടണത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഈ കത്തിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര ചെറുതാക്കിയിട്ട് ചോപ്പറിലിട്ട് വലിക്കണ മാതിരി നമുക്ക് ആക്കിയെടുക്കട്ടോ. ഇതേമാതിരി കത്തിയായിട്ട് ഒന്നിങ്ങനെ 2 ഭാഗം പിടിച്ചിക്കാണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് എത്ര ചെറിയ പീസ് വേണമെന്നുണ്ടെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആക്കിയെടുക്കട്ടോ. ഇഞ്ചി വെളുത്തുള്ളി മാത്രമല്ല, വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയൊക്കെ വേണമെങ്കിൽ ചെറുതാക്കി അരിയണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ആക്കിയെടുത്താൽ മതി കേട്ടോ. ചോപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിങ്ങനെ കത്തി കൊണ്ട് തന്നെ ആക്കിയെടുക്കാം. പിന്നെ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരുപാട് ഓയിൽ ഒഴിച്ചെടുക്കൊന്നും വേണ്ട. ഞാനിതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടോ. പക്ഷേ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുള്ള മുട്ട പപ്സ് ആവില്ലല്ലോ. അപ്പോൾ ഞാൻ അതേ ഒരു ടേസ്റ്റ് വരാനൊക്കെ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഞാൻ എല്ലാതും കൂടി ഒന്നിച്ചാണ് കേട്ടോ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്താ പറയുക, വെല്ലുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്നിച്ചാണ് ഇട്ടുകൊടുത്തത്. ഞാനും ഒന്നിച്ച് ഓരോന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് നിൽക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര മെനക്കെട്ട പരിപാടിയില്ലേ. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് എങ്ങനെ ആയാലും വാടി കിട്ടും. അപ്പോൾ പിന്നെ ഒന്നിച്ചങ്ങോട്ട് ഇട്ട് വാട്ടിയാൽ പോരെന്ന് വെച്ചിട്ട് ഞാൻ
എല്ലാം കൂടി ഒന്നിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ആക്കിയിട്ട് ഒരു കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി. നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാതെ തന്നെ ഇത് വഴണ്ടി കിട്ടിക്കോളും കേട്ടോ. അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി അതിന്മേൽ കളിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. നമുക്ക് സാധാ നമ്മൾ ഓരോന്നായിട്ട് വഴറ്റിയെടുക്കണ മാതിരി തന്നെ വഴണ്ടി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ റിസ്ക് എടുക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. നമ്മളെ പണി പെട്ടെന്ന് കഴിയണം എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. നമ്മൾക്കിത് മക്കളൊക്കെ ഒരു 4 മണിക്കാണ് സ്കൂളിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3:30 ആ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, എല്ലാതും നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിത് വഴണ്ടി ഇങ്ങോട്ട് പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മുട്ട പപ്സിൽ ചെറിയ രീതിയിൽ ഉള്ളിയൊക്കെ കടിക്കാൻ കിട്ടണ മാതിരി തന്നെ അല്ലേ നമുക്ക് കിട്ടൽ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. സാധാ നമ്മൾ ഇടണം മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തന്നെ. പിന്നെ നമ്മൾ മുട്ട പപ്സ് കഴിക്കുമ്പോൾ നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു 3/4 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാല മീറ്റ് മസാല എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മുളകും പൊടി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂണേ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ അത്രയും പൊടികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ കൊണ്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും മല്ലിൻ്റെ ഇലയും കൂടി ചെറുതാക്കി അരിഞ്ഞെടുത്തിന്ന് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട. നമുക്കിതൊരിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അത് ഞാൻ അതിൽ തന്നെ ഇരുന്നിട്ടും ഇല്ല കേട്ടോ. മൂടി വെച്ചിക്കാണ്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് 2-3 മിനിറ്റ് മതി ഇതാക്കി എടുക്കാനിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാലും കോഴിമുട്ടൻ്റെ വെള്ളം നമുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതേ പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ ഈ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മൈദപ്പൊടി കുഴക്കണേക്ക് നമുക്ക് ആ മഞ്ഞ ഇട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മഞ്ഞ വേസ്റ്റ് ആവുമൊന്നുമില്ല, അല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആവുമൊന്നുമില്ല. ഒരു കോഴിമുട്ടൊക്കെ ഓംലേറ്റ് അടിച്ച് കഴിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ മഞ്ഞയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വേസ്റ്റ് ഒന്നും ആവില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ 8 ബോളാണ് ഞാൻ ആ മൈദപ്പൊടിയായിട്ട് ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അത് പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല. കാണിക്കാൻ വിട്ടുപോയതല്ല. ഞാൻ വെറുതെ എന്തിനു കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ എത്ര പപ്സാണോ വേണത് അതിനനുസരിച്ചിട്ടുള്ള മാവാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 8 ബോൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് എത്ര വലുതാക്കി പരത്താൻ പറ്റുമോ അത്രയും അങ്ങോട്ട് വലുതാക്കിയിട്ട് പരത്തട്ടോ. നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇങ്ങനെ തൂവി കൊടുക്കണം. നമ്മൾ പപ്സിൻ്റെ ഷീറ്റ് ലെയറായിട്ടെല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേമാതിരി ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബ്രഷ് ആയിട്ടോ സ്പൂണായിട്ടോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ കൈയേറ്റന്നെ ഒന്ന് തൂവി കൊടുത്താൽ മതി. പിന്നെ അതാ അതിൻ്റെ ഒരു സൈഡ് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് നടുവിലേക്ക് മടക്കുക, മറ്റേ സൈഡ് അതിൻ്റെ മേലേക്കും മടക്കുക. ഇനി താഴത്തുനിന്ന് മുകളിലോട്ട് മടക്കി കൊടുക്കുക, മേലേന്ന് താഴോട്ട് മടക്കി കൊടുക്കുക. ഒരു ബോക്സ് മാതിരി ആക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതേ ചതുരത്തിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ ഇതേമാതിരി തന്നെ മടക്ക് പത്തിരി ഉണ്ടാക്കൂലേ, അതേ ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതുണ്ടാക്കാൻ. ആ മടക്ക് പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ലെയറായിട്ട് കിട്ടുമല്ലോ, അതേ ഒരു ഇതിൽ തന്നെ. അപ്പോൾ നമ്മളിതിൽ എന്താ പറയുക നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് പൊരിച്ചെടുക്കുകയൊന്നുമല്ല കേട്ടോ, നമ്മൾ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവർക്കും അയച്ചെടുത്താൽ നിങ്ങളെ ഫാമിലിയിലൊക്കെ ഉള്ളവർക്കൊക്കെ അയച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കട്ടോ. ഉള്ളി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ നടുവിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുക. ഞാൻ കോഴിമുട്ട 2 പീസാക്കിയിട്ടാണ് എടുത്തിക്കുന്നത്, ഒരു കോഴിമുട്ട. അപ്പോൾ 8 പീസ് ഉണ്ടാവും, 4 കോഴിമുട്ടല്ലേ നമ്മൾ പുഴുങ്ങാൻ വെച്ചത്. അപ്പോൾ അതാണ് ഞാൻ 8 ബോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പപ്സിൽ വെക്കണ മരത്തിനെ കമഴ്ത്തി വെച്ച് കൊടുക്കട്ടോ, മലത്തി വെച്ച് കൊടുക്കരുത് കോഴിമുട്ട, കമഴ്ത്തി വെച്ചെടുക്കുക. എന്നിട്ട് 4 സൈഡ് എടുത്തേക്കാണ്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, മൈദപ്പൊടിയല്ലേ, വെറുതെ അങ്ങനെ ഒട്ടിക്കോളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും ഞാൻ ഇതേപോലെ തന്നെ പെട്ടെന്ന് കഴിയും, ഒരുപാട് നേരമൊന്നും വേണ്ട. നമ്മൾ വിചാരിക്കും ഇത് മെനക്കെട്ട പണിയാണെന്ന് കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ ഇതൊരു മെനക്കെടും ഇല്ല, അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ഒരു അരമണിക്കൂർ മതിയാവും കേട്ടോ നമുക്കിതൊക്കെ കൂടി ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാൻ നോക്കിയാൽ
നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്നിട്ടുണ്ടെന്ന് ഭയങ്കര മെനക്കെട്ട പണിയല്ല. ഇനി പിന്നെ കൊണ്ട് വയ്യ, നമുക്ക് കടയിൽ നിന്ന് കൊണ്ടിരിക്കാന്നൊക്കെ. ഒരു പപ്സിന് 12 രൂപയാണ്. അത് ആദ്യം ആലോചിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളുണ്ട്, ഉള്ളിയും തക്കാളിയും പച്ചമുളകും കോഴിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പപ്സ് വീട്ടിലുണ്ടാക്കിയെടുക്കുക. ഒരു 8 പപ്സ് ഇപ്പോൾ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുത്തിട്ട് നല്ല എന്താ പറയുക, പുതിയ എണ്ണയൊക്കെ വെച്ചിട്ട് നമ്മൾ കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര ദിവസം പഴക്കമുള്ള എണ്ണയാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയൂല. അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കട്ടോ. ഇനി ഇതേ കോഴിമുട്ടൻ്റെ വെള്ള ഇതേപോലെ ഒന്ന് നമ്മളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പപ്സിൻ്റെ മേലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഗ്ലേസിങ്ങും കളറും നല്ലൊരു ക്രിസ്പിയൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ കോഴിമുട്ടൻ്റെ വെള്ള തൂവി കൊടുക്കണത്. ഇതെന്തായാലും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ചെയ്ത് കൊടുക്കാതിരിക്കരുത്. നമുക്ക് ആ പപ്സിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത് ഈ ഒരു സംഭവത്തിൽ കൂടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഇത് ഞാനിപ്പോൾ 3 വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ കുക്കറിലേക്ക് എപ്പോഴാണ് ഇടാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളിത് കോഴിമുട്ടൻ്റെ വെള്ള പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഫസ്റ്റ് 2 ഒക്കെ ആയിട്ടാണ് ചുട്ടുകൊടുക്കൽ. ഒരുപാട് ഇങ്ങോട്ട് അടുപ്പിച്ച് നമുക്ക് കുക്കറിൽ വെക്കാൻ കഴിയൂല. കുറച്ചൊരു സ്പേസ് ഇട്ട് കൊടുത്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മൈദല്ലേ, ചിലപ്പോൾ ഒട്ടി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ ആദ്യം ചൂടാക്കി എടുത്തിക്കണ്. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളെ ഇഷ്ടത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നതിൻ്റെ ശേഷം ഇത് നമ്മൾ പപ്സ് വെച്ചെടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട, പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. നല്ലോണം ആദ്യം ചൂടാക്കിയിട്ട് എടുക്കണം കുക്കർ. ഓയിൽ നല്ലോണം ചൂടാവണം. എന്നിട്ട് നമുക്ക് ഓരോ പപ്സായിട്ട് വെക്കട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ചത് 3 പിന്നെ ഞാൻ 2 വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. എനിക്ക് 3 വെച്ചിട്ട് മറിച്ചിടുന്നതിനെക്കാട്ട് സുഖമായിട്ട് തോന്നി 2 വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കേട്ടോ. പിന്നെ നമ്മളിത് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിൽ വെക്കരുത് കേട്ടോ. വിസിൽ വെക്കാതെ വേണം അടച്ച് വെക്കാനും. വിസിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടൽ കരിക്കട്ടേക്കാരം. അപ്പോൾ ഇതാ ഞാൻ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് വെച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ടാം കേട്ടോ. പക്ഷേ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് സ്വാഭാവികം എൻ്റെ വീഡിയോയിൽ വരുന്നതാണ്. അത് ആദ്യം ഉണ്ടാക്കിയത് കാണാതായും ചെയ്തു. പിന്നെ അത് മക്കളൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ഫോട്ടോ പോലും കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ 2ാമത് ഉണ്ടാക്കിയതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇത് 2 സൈഡും ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരിക് വേവാതെ നിൽക്കണ മാതിരിയും ഗോൾഡൻ കളർ ആവാത്ത മാതിരി നമുക്ക് തോന്നും. പക്ഷെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതാ ഇതേമാതിരി ഒന്ന് പിടിച്ചിക്കാണ്ട് സൈഡ് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. 4 സൈഡും ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക, പാത്രത്തേക്ക് ഇതാക്കിയിട്ട് കുക്കറിലേക്ക് തട്ടിച്ചിക്കാണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ആ സൈഡ് ഭാഗം മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കുറച്ച് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടാണ്ട്. അപ്പോൾ നമ്മൾ കൈയായിട്ട് ഒന്നിങ്ങനെ അമർത്തി പിടിച്ചാൽ മതി. അത് അപ്പം തന്നെ റെഡിയായി കിട്ടും. ഒരിക്കലും നമ്മളിത് എന്താ പറയുക മൊരിഞ്ഞ് കിട്ടൂല എന്ന് വിചാരിക്കരുത് കേട്ടോ. അത് മൊരിഞ്ഞ് കിട്ടും, നല്ലോണം കിട്ടും മൊരിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് അത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിതാ ആദ്യത്തേത് കാണിക്കാനില്ല, ഇവിടെ കഴിച്ച് കഴിഞ്ഞ്. അപ്പോൾ 2ാമത് ഉണ്ടാക്കിയതാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല കാണാൻ. അതേമാതിരി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടണം അതേമാതിരി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാനിതാ ലാസ്റ്റത്തത് ഞാൻ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഉണ്ടാക്കിയ 3 ഇല്ല, ബാക്കിയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി 5 പപ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അത് എടുത്ത് തിന്നല് മക്കളെ ഉമ്മ ഫോട്ടോ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെപ്പിച്ചതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ കിട്ടൂല. മക്കളൊക്കെ ഉള്ള വീട്ടിൽ അങ്ങനെ തന്നെ കേട്ടോ. മക്കൾക്ക് പിന്നെ അതൊക്കെ കാണുമ്പോൾ ഒരു അതിർപ്പം തന്നെ ആയിരിക്കും. അപ്പോൾ അതാ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ചൂടാണ് മുറിക്കാൻ, കൈ നല്ല പൊള്ളണ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സാധാ കടയിൽ നിന്ന് കിട്ടണ അതേമാതിരി തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളൊക്കെ ആയി വന്നിട്ടുള്ളത്. പുറം ഭാഗം കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട്
ഫില്ലിങ്സോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിരിക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അതിന് 100% ഗ്യാരൻറ്റിയാണ്. ഉണ്ടായിട്ട് ഫ്ലോപ്പായിട്ടൊന്നുമില്ല കേട്ടോ. നല്ല സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കണം. നമുക്ക് ഓവനും ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേമാതിരി തന്നെ നല്ല ഇതിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. പുറത്തൊക്കെ നല്ല ക്രിസ്പിയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്.